ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ടു പാത്തൂസ് വ്ലോഗ്. ഞാൻ ചെയ്ത് കൊടുത്ത ഒരു ടേബിൾ സെറ്റിങ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ഞാൻ കേക്കും ജാർ കേക്കും പിന്നെ കപ്പ് കേക്കും ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കേക്ക്സിക്കളും പോപ്സും ഡോണട്ടൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഞാനിനി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2.5 kg വാഞ്ചോ കേക്കാണ് ഞാൻ ഈ 3 ടയറായിട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഞാൻ 4 kg ബാറ്റർ ചെയ്തിരുന്നു. 2 kg ബ്ലാക്ക് സ്പഞ്ചിനുള്ളതും 2 kg വൈറ്റ് സ്പഞ്ചിനുള്ളതും. കപ്പ് കേക്കും ജാർ കേക്കും സിക്കിളും പോപ്സൊക്കെ വരുന്നത് കാരണമാണ് ഞാൻ 4 kg ചെയ്തിട്ടുള്ളത്. കേക്ക് 2.5 kg ബാറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് 2 kg ബ്ലാക്ക് സ്പഞ്ചിനുള്ള റെസിപ്പിയാണ്. അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് നരിച്ചെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 8 മുട്ടയിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റായി കഴിഞ്ഞാൽ ഞാൻ 1.5 കപ്പ് പഞ്ചസാര നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അത് നല്ലപോലെ ബീറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ തവി എന്തെങ്കിലും വെച്ചിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇത്ര സ്പീഡാക്കിയത് കാരണമാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡിൽ ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ അതുക്കനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ആവണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കിടക്കും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം. 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും മോൾഡിലേക്കും പിന്നെ ഞാൻ കപ്പ് കേക്ക് ബ്ലാക്ക് സ്പഞ്ചിൻ്റെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പഞ്ചുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ടയർ കേക്ക് ചെയ്തത് ഏറ്റവും താഴെ 8 ഇഞ്ചിൻ്റെയും അതിൻ്റെ മേലെ 6 ഇഞ്ചിൻ്റെ അതിന് മേലെ 4 ഇഞ്ചിൻ്റെയും കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 4 ഇഞ്ചിൻ്റെ മോൾഡ് ഇല്ലാത്ത കാരണം ഞാൻ ഇതിൽ നിന്നും 4 ഇഞ്ച് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇതേ വാഞ്ചോ ആയതുകൊണ്ട് ഞാനതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ജാർ കേക്കിനുള്ളതും ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിക്കിൾസും പോപ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ ഒരു ബേസ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ട് അതിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിലും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ഗണാഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിൽ ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിലുള്ളത് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസ് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് ഗനാഷ് ആഡ് ആക്കാം. സെക്കൻഡ് ലെയർ ഡാർക്ക് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രീം അപ്ലൈ ചെയ്തിട്ട് ഡാർക്ക് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. തേർഡ് ലെയർ വൈറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റ് ആവാൻ വെച്ചതിന് ശേഷം നമ്മുടെ തേർഡ് ടയറിനുള്ളത് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ തേർഡ് ടയറും ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സെറ്റാവുന്ന ടൈം കൊണ്ട് ഇനി നമ്മൾ ആദ്യം സെറ്റാവാൻ വെച്ച കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ക്രീം എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അധികം ഞാൻ സൈഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പഴയ കാർഡ്സ് എന്തെങ്കിലുമാണ് എടുക്കാറുള്ളത്. സൈഡ് സ്ക്രാപ്പേഴ്സിനേക്കാളും എനിക്ക് പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. സൈഡ് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മേലിലെ എഡ്ജസ്റ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ മേലെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഐസിങ് നൈഫ് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടും. നമുക്ക് മേലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീമിൽ 2-3 ഡ്രോപ്പ് പിങ്ക് ജെൽ കളർ ആഡ് ആക്കിയിട്ടുണ്ട്. അതും ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. വാഞ്ചോയുടെ ഫ്ലേവർ തന്നെയാണ് ഞാൻ ജാർ കേക്കും ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ വൈറ്റ് സ്പഞ്ചിൻ്റെ ഓരോ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റ് ഗനാഷ് ആഡ് ആക്കിയിട്ട് നെക്സ്റ്റ് ഡാർക്ക് സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ലെയറായിട്ട്. ഇനി ടോപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി കപ്പ് കേക്കും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് അതിലേക്ക് ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ആഡ് ആക്കി കൊടുക്കാം. ഇനി മുകളിൽ ക്രീം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. അതിൻ്റെ മേലെ വേണമെങ്കിൽ ഫോണ്ടൻ വർക്കോ എന്തെങ്കിലുമൊക്കെ വെക്കാം. 30 റുപ്പീസാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഈ കപ്പ് കേക്കിൻ്റെ റേറ്റ്. എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ റേറ്റ് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഫോണ്ടൻ വർക്ക് ചെയ്യാണ്. ഫോണ്ടൻ വർക്ക്സിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ചെറിയ പോർഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
ഇനി നമുക്ക് ടയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടയറിൽ വുഡൻ സ്ക്യൂവർ വെച്ചിട്ട് ആ കേക്കിൻ്റെ ഹൈറ്റിൽ അത് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കട്ട് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ ഇങ്ങനെ 3-4 സ്ക്യൂവേഴ്സ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ കുത്തി കൊടുക്കുക. ഞാൻ സെക്കൻഡ് ടയറിൽ ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ ലേസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കറക്റ്റ് എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാം. സെക്കൻഡ് ടയർ വെച്ചതിന് ശേഷം അതുപോലെ 2 കേക്കിൻ്റെയും കൂടി ഹൈറ്റ് മെഷർ ചെയ്തിട്ട് അതുപോലെ സ്ക്യൂവേഴ്സ് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേർഡ് ടയർ എടുത്ത് വെക്കാം. ത്രീ ടയർ കേക്ക് ഞാൻ ചെയ്യുമ്പോൾ ടോട്ടൽ 3 കേക്കിനും കൂടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരൊറ്റ വലിയ സ്ക്യൂർ ഞാൻ കൊടുക്കാറുണ്ട്. 2 ടയർ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനതങ്ങനെ കുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ആ ക്യാറ്റ് ഞാൻ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതേ ഷേപ്പിൽ ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതും കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ചിട്ട് സ്ക്യൂവർ കുത്തി കൊടുത്തിട്ട് കേക്കിൽ വെച്ച് കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പാത്തൂസ് വ്ലോഗിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.